എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബിന ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ 5:30 പോകുന്നതാട്ടോ മെഡിക്കൽ കോളേജിൽ കാണിക്കാനായിട്ട് എൻ്റെ പ്രസവത്തിന്. അപ്പോൾ ഇത് 2ാം പ്രാവശ്യമാണ് വരുന്നത്. അപ്പോൾ അനിയത്തിനെയും കൂട്ടി വന്നത്. കാരണം തലേന്ന് ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടായിരുന്നു. ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ 6:30 അവിടെ വരി നിൽക്കുകയാണ്. 8:30 ആകുമ്പോൾ തന്നെ ഞാൻ കഴിച്ചിലായി പുറത്തിറങ്ങിയിട്ടോ. അപ്പോൾ ഷുഗർ കുഴപ്പമില്ല, ഇനിയില്ല, സ്കാനിങ് ആയിട്ട് പോകണം. അങ്ങനെ വീട്ടിലെത്തി കൈയും കാലൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം കയറിയത് കേട്ടോ. മെഡിക്കൽ കോളേജിൽ പോയി വരുന്നില്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു ഉഴുന്ന് ദോശ ചുട്ടു, ഇനി സാമ്പാർ വയ്ക്കണം. അപ്പോൾ വഴുതനങ്ങ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് അമ്മൻ്റെ ഒരു പച്ചക്കറി തോട്ടാട്ടോ. അപ്പോൾ ആഴ്ചയിലൊരിക്കലും എനിക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. കാരണം സാമ്പാർ അത്ര ഇഷ്ടം മീൻ കൂട്ടുന്ന പോലെ. അപ്പോൾ എന്താ 2 തരം വഴുതനങ്ങ ഉണ്ട്. ഒന്ന് വയലറ്റ് കളറും ഒന്ന് പച്ച കളറുമാണ്. ഇത് ജനിതാത്ത അമ്മയ്ക്ക് കൊടുത്താട്ടോ. അപ്പോൾ എന്താ ഏകദേശം സാമ്പാറൊക്കെ അമ്മ റെഡിയാക്കി വെച്ചു. അപ്പോൾ മോന് ഉഴുന്ന് ദോശ ഇഷ്ടം. ഇഡ്ഡലി അങ്ങനെ തിന്നൊരു ശീലമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ ആട്ടോ ചുട്ടത്. അപ്പോൾ അനിയത്തി ഇതാ ചട്നി ഉണ്ടാക്കുകയാണ്. അമ്മ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ നോയമ്പൊക്കെയാണ്. ഇപ്പോൾ രാവിലെ തന്നെ കുളി കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ കഴിയും. അപ്പോൾ നല്ല ചൂട് സാമ്പാറും കുറച്ച് ഇഡ്ഡലിയും ഉഴുന്ന് ദോശയും. ഞാൻ പിന്നെ വല്ലാണ്ട് ഉരുളൻകിഴങ്ങൊന്നും പച്ചക്കറിയൊന്നും എടുത്തില്ല. കാരണം ഈ ചെറിയൊരു ഗ്യാസ് പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട്, ഒരു വയറുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അതാ ഞാൻ ഷുഗർ ഏതായാലും ഇപ്പം ഇല്ല എന്ന് പറഞ്ഞ് നോർമലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പായസം കുടിക്കാൻ കൂടി. സത്യം പറഞ്ഞാൽ ഈ പായസത്തിനേക്കാളും ഇറക്കി പരിപ്പ് പായസം, എനിക്ക് ഗോതമ്പ് നുറുക്ക് പായസമൊക്കെ ആയിട്ട് കുടിക്കാനും ഇഷ്ടം. പിന്നെ ഒരു പൂതി പറഞ്ഞപ്പോൾ അമ്മ അത് ഉണ്ടാക്കാൻ അറിഞ്ഞാണ്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന കേട്ടോ. ഈ ഞാൻ മുന്തിരി കവർ കീറിയത് കണ്ടില്ലായിരുന്നു. പിന്നെ പായസം ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ചൂടോടെ കഴിക്കണം. അപ്പോൾ അമ്മ കുറച്ച് മധുരക്കിഴങ്ങും കൂടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കൂടി തിന്ന് ഇന്ന് സൂപ്പർ ദിവസമായിരുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരുന്നു. അവരെ ബൈ, സീ യു.